In previous class, we obtained the Lagrange's equation for small oscillation. Here, this equation number 8 shows the Lagrange's equation for small oscillation. Lagrange's equation is Tij eta j double dot plus Vij eta j equal to 0, where Tij is equal to Mij and Vij is dou square V by dou eta I and dou eta j, and eta j are the coordinates. New coordinates of the system. Here, this I and j varies from 1 to etc. n. Therefore, we have Lagrange's equation in coordinates eta I. നമുക്ക് ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചത് സ്മോൾ ഓസിലേഷൻ്റെ കേസിലെ ലഗ്രാഞ്ചേസ് ഇക്വേഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇവിടം വരെ എത്തിയിരുന്നു. Lagrange's equation for small oscillation. It is given by this equation 8. Here I and j varies from 1 to etc. n, where n is the number of coordinates. Then we have n solutions or n equations also. We will have n Lagrange's equations. And let us try an oscillatory solution for that equation. Lagrange's equation നമുക്കൊരു Lagrange's equation എന്തായാലും ഓസിലേറ്ററി സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ ആ ഇക്വേഷനിൽ നമുക്ക് കോർഡിനേറ്റ്സിന് ഒരു ഓസിലേറ്ററി സൊല്യൂഷൻ ട്രൈ ചെയ്യാം. ഈ ഇക്വേഷനിലെ കോർഡിനേറ്റ്സ് ആർ oscillatory, because if they are disturbed from their equilibrium position, they will execute small oscillations. അപ്പോൾ അവിടെ നമുക്കൊരു ഓസിലേറ്ററി ഇക്വേഷൻ ഈ കോർഡിനേറ്റിന് ട്രൈ ചെയ്ത് നോക്കാം. അതാണ് നെക്സ്റ്റ് ആയി ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈറ്റ ജെ ഈക്വൽ ടു, വി ആർ ഗോയിങ് ടു ട്രൈ ദിസ് സൊല്യൂഷൻ, ഇക്വേഷൻ നമ്പർ 9. ഈറ്റ ജെ ഈക്വൽ ടു സി എ ജെ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി. ഇതൊരു ഓസിലേറ്ററി സൊല്യൂഷൻ ആണ്. ഈ സി എന്ന് പറയുന്നത് സ്കെയിലിംഗ് ഫാക്ടർ എന്നാണ് പറയുന്നത്, സ്കെയിൽ ഫാക്ടർ. എ ജെ ആർ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് ഓസിലേഷൻ ആൻഡ് ഒമേഗ റെപ്രസെൻറ്റ്സ് ദി ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. ലെറ്റ് us try this solution in our Lagrange's equation. Lagrange's equation ആണ് ഇക്വേഷൻ ഓഫ് മോഷൻ. അതിലേക്ക് നമുക്ക് ഈ ഇക്വേഷനെ, ഈ സൊല്യൂഷനെ ട്രൈ ചെയ്യാൻ പോവുകയാണ്. Then we want eta j dot, eta j double dot for substituting into Lagrange's equation. So once again we write the eta j equation for eta j. Equation 9 ആണ് എഴുതിയിരിക്കുന്നത്. eta j equal to Caj e raised to minus I omega t. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം with respect to time. We get eta j dot equal to, with respect to time differentiate ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? minus I omega into this quantity Caj e raised to minus I omega 2. Now we want eta j double dot. Lagrange's equationലേക്ക് നമുക്ക് ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. Therefore once more differentiate eta j dot with respect to time, we get minus I omega into this quantity. Therefore we'll get minus I into minus I will give minus 1 into omega square Cag e raised to minus I omega t. Now let us distribute or substitute this eta j and eta j double dot in Lagrange's equation. Lagrange's equation, അതായത് ഇക്വേഷൻ നമ്പർ 8ലേക്ക് നമുക്ക് eta jയും eta j double dotഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഇവിടെ ഈറ്റ ജെ ഡബിൾ ഡോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ടി ഐ ജെ ഇൻറ്റു മൈനസ് ഒമേഗ സ്ക്വയർ സി എ ജെ ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി പ്ലസ് വി ഐ ജെ ഈറ്റ ജെ എന്ന് പറയുന്നത് സി എ ജെ ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ആ ഓസിലേറ്ററി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഹിയർ കോൺസ്റ്റൻസ്, ഈ രണ്ട് സൈഡിലും ഉള്ള കോൺസ്റ്റന്റ് എന്ന് പറയാൻ സി നമുക്ക് ക്യാൻസൽ ചെയ്യാം. ആൻഡ് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി, അതേഴ്സ് ഹാവ് ദിസ് ഇൻഡെക്സ് ഐ ആൻഡ് ജെ. അപ്പോൾ ഈ ഐ ജെ ഇൻഡെക്സ് ഉള്ള വാല്യൂസ് അല്ലാണ്ട് ബാക്കി കോമൺ ആയിട്ടുള്ളത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. Because in the right hand side it is 0. Therefore we get Vij Aj C and e raised to minus I omega t gets cancelled in both terms and we get Vij Aj minus omega square Tij ഇവിടെ Aj ഉണ്ട് equal to 0. Aj നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. It has index j. ഇപ്പോൾ ജെ വേരി ചെയ്യുമ്പോൾ എ വേരി ചെയ്യുന്നുണ്ട്, അതൊരു കോൺസ്റ്റന്റ് ക്വാണ്ടിറ്റി അല്ല. അതിന് നമുക്ക് ഈക്വൽ ടു 0 ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റില്ല രണ്ട് ടേംസിൽ നിന്നും. Therefore we can write equation of motion by substituting our solution. നമ്മൾ അസ്യൂം ചെയ്ത ഓസിലേറ്ററി സൊല്യൂഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ലഗ്രാഞ്ചസ് ഇക്വേഷൻ ആണിത്. വി ഐ ജെ മൈനസ് ഒമേഗ സ്ക്വയർ Tij into Aj equal to 0. Here this Ij index vary from 1 to etc. n. Iയും jയും വേരി ചെയ്യുന്ന ഇൻഡെക്സ് ആണ്. 1 to etc. n കോർഡിനേറ്റ്സ് ആണ്. സിസ്റ്റത്തിലെ ഓരോ പോയിന്റ്സ്, ഓരോ മാസ് പോയിന്റ്സിന്റെയും കോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ this one is the equation we obtain by substituting our oscillatory solution. Now this equation 9 consists of n homogeneous equation for Aj. ഇത് Aj യുടെ ഫോമിലുള്ള ഇക്വേഷൻ ആണ്. J can vary from 1 to n. Thus we get n equations. N equations can be written in form of this matrix. A1 substitute ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ V11 minus omega square when j equal to 1 ന്റെ കേസിലാണെങ്കിൽ we get V11 Vi1 minus omega square Ti1 A1 equal to 0. ഇതിൽ തന്നെ this I can vary from 1 etc. n. അപ്പോൾ നമുക്ക് n ഇക്വേഷൻസ് A1ന് തന്നെ കിട്ടും. അതേപോലെ A2, A3, A3 അങ്ങനെ എല്ലാത്തിനും ഈ n ഇക്വേഷൻസ് വീതം കിട്ടും. അപ്പോൾ നമുക്ക് അതിനൊരു മെട്രിക്സ് ഫോമിൽ എഴുതാൻ പറ്റും. This equation number 9 can be written in a matrix form. Aj will be a column vector with elements A1, A2, etc. An, and this part in the bracket can be written as a n by n matrix. ഇതൊരു n by n മെട്രിക്സ് ഫോമിൽ എഴുതാം. നമുക്ക് മെട്രിക്സ് മെത്തേഡിൽ ഇത് സോൾവ് ചെയ്യാം. മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ എന്താണ് Vij, I can vary from 1 to n for A1. A1ന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് j equal to 1ന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ നമുക്ക് I can vary from 1 to n. അതാണ് ഈ ഫസ്റ്റ് റോയിൽ കാണുന്ന എലിമെന്റ്സ്. ഇനി A2 j equal to 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അടുത്ത റോയിലെ എലിമെന്റ്സ് ആയിരിക്കും ഈ ഇക്വേഷൻ കാണിക്കുന്നത്. അതുപോലെ നമുക്ക് n by n ഒരു മെട്രിക്സ് എഴുതാം. ദിസ് പാർട്ട് വിൽ ഗിവ് ആൻ n by n സ്ക്വയർ മെട്രിക്സ്. അതാണ് എഴുതിയിരിക്കുന്നത്. ഇൻടു കോളം വെക്റ്റർ Aj will be equal to 0 and Aj are the amplitude. Aj എന്ന് പറയുന്നത് ഓരോ കോർഡിനേറ്റ്സിൻ്റെയും
eta j are coordinates. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് aj. ഓസിലേറ്ററി സൊല്യൂഷൻസിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് aj. aj are independent of each other. ഓരോ കോർഡിനേറ്റ്സിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ്. They may or may not be zero. And to obtain a non-trivial solution aj not equal to 0, using matrix method we can write that determinant of coefficient of aj must be 0. അപ്പോൾ aj എന്ന് പറയുന്നതിന് നമുക്ക് ട്രിവിയൽ സൊല്യൂഷൻ aj equal to 0 ആണ്. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് aj equal to 0. For non-trivial solution, this determinant of the coefficient matrix must be 0. അതായത് ഈ ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആ n by n മെട്രിക്സ്, കോഎഫിഷ്യന്റ് മെട്രിക്സ് ഒരു n by n മെട്രിക്സ് ആണ്, ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതിന്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് aj വെക്ടറിന് ഒരു നോൺ ട്രിവിയൽ ആയിട്ടുള്ള സൊല്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് v11 മൈനസ് ഒമേഗ സ്ക്വയർ t11, അടുത്ത എലിമെന്റ് എന്താണ് v12 മൈനസ് ഒമേഗ സ്ക്വയർ t12 എക്സെട്ര v1n ലാസ്റ്റ് എലിമെന്റ് ആണ്, ഫസ്റ്റ് റോയിൽ ലാസ്റ്റ് എലിമെന്റ് v1n മൈനസ് ഒമേഗ സ്ക്വയർ t1n. Then etc. last row will be vn1 minus omega square tn1 etc. last element is vnn minus omega square tnn. ഈ ഡിറ്റർമിനന്റ് 0 ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് aj കോഎഫിഷ്യന്റ് aj അതായത് ആംപ്ലിറ്റ്യൂഡ് നോൺ സീറോ ആയിട്ട് കിട്ടുള്ളൂ. ഈ ഡിറ്റർമിനന്റ് 0 ആയാൽ മാത്രമേ നമുക്ക് ajക്ക് ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ പറയാൻ പറ്റുള്ളൂ. ദെൻ ദിസ് ഇക്വേഷൻ 10, ഈ ഡിറ്റർമിനന്റ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ഇക്വേഷൻ ഓഫ് nth ഡിഗ്രി ഫോർ ഒമേഗ സ്ക്വയർ. ഇവിടെ ഒമേഗ സ്ക്വയർ വരുന്നുണ്ട്. ഡിറ്റർമിനന്റ് നമ്മൾ സോൾവ് ചെയ്താൽ വി ഗെറ്റ് ആൻ ഇക്വേഷൻ ഫോർ ഒമേഗ സ്ക്വയർ റേസ് ടു nth ഡിഗ്രി ഇക്വേഷൻ ആണ് കിട്ടുന്നത്. ആ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ മെട്രിക്സ് ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഡിറ്റർമിനന്റ് നമുക്ക് സോൾവ് ചെയ്താൽ ഒമേഗയുടെ വാല്യൂസ് കിട്ടും. ഒമേഗ എന്ന് പറയുന്നത് ഫ്രീക്വൻസീസ് ഓഫ് ദി ഓസിലേഷൻ ആണ്. അപ്പോൾ അത് നമുക്ക് ഈ ഡിറ്റർമിനന്റ് സോൾവ് ചെയ്താൽ കിട്ടും. 10 gives the characteristic equation of secular equation. നമ്മൾ മാത്തമാറ്റിക്സിൽ പഠിക്കുന്നതാണ്. 10 gives secular equation of nth degree for omega square and the roots will provide frequencies for this equation. നമ്മൾ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇക്വേഷൻ ആണ്, സൊല്യൂഷൻ ആണിത്. Caj eta j equal to Caj raised to minus I omega t. ഇതിൽ ഒമേഗയുടെ സൊല്യൂഷൻസ് ആണ് നമുക്ക് ഈ ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു nth ഡിഗ്രിയിലുള്ള ഇക്വേഷൻ ആണ്, ഒമേഗ സ്ക്വയറിന്റെ nth ഡിഗ്രിയിലെ ഇക്വേഷൻ. Then we get frequency of oscillations, which represents the correct this is the correct solution of the equation of motion. When we substitute frequency into it, we get the solution. Now consider our Lagrange's equation. Lagrange's equation എന്തായിരുന്നു? Vij aj minus omega square Tij aj equal to 0. Vij Tij എന്ന് പറയുന്നത് ഒരു n by n മെട്രിക്സ് ആണ്. I and j can vary from 1 to n. അതേപോലെ Tij എന്ന് പറയുന്നത് മാസസിന്റെ മെട്രിക്സ് ആണ്. അപ്പോൾ അതും ഒരു n by n മെട്രിക്സ് ആണ്. ബിക്കോസ് I and j can vary from 1 to n. അപ്പോൾ we have 2 n by n matrix. Aj is a column vector. Aj എന്ന് പറയുന്നത് ഒരു കോളം വെക്ടർ ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാം മെട്രിക്സ് മെത്തേഡ് ആണ്.
ഇതെല്ലാം സോൾവ് ചെയ്യാൻ പോകുന്നതും പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നതും മെട്രിക്സ് നമ്മൾ പഠിച്ച മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇക്വേഷൻ ആൻഡ് ക്യാൻ ബി റിട്ടൺ ആസ് വി ഐ ജെ എലിമെന്റ്സ് എല്ലാം ചേർന്ന ഒരു മെട്രിക്സിനെ നമുക്ക് ക്യാപിറ്റൽ വി n by n matrix whose elements are Vij is V. T is another n by n matrix. V യും T യും എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിരിക്കുന്ന V യും T, capital letter V and T are n by n matrix. അല്ല V യുടെ എലിമെന്റ്സ് എന്തായിരിക്കും? V11, V12, etc. V1n etc. Vn1, Vn2, etc. Vnn. അങ്ങനെ ഒരു n by n മെട്രിക്സ് ആണ് പൊട്ടൻഷ്യൽ എനർജി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുക V. Then T is another n by n matrix. Elements are T11, T1n, Tn1, etc. Tnn. This is the kinetic energy matrix. ഇവിടെ പറഞ്ഞിരിക്കുന്ന kinetic energy matrix ആണ്, n by n matrix ആണ്. And A is a column vector. A എന്ന് പറയുന്ന column vector ആണ്. എലിമെന്റ്സ് AJ എന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ ലഗ്രാഞ്ചസ് ഇക്വേഷനിൽ AJ എന്ന് പറയുന്ന കോളം വെക്ടർ ആണ്. എലിമെന്റ്സ് ആർ A1, A2, etc. An. Therefore we can write this in matrix form. ഇതൊരു മെട്രിക്സ് ഫോമിൽ എഴുതിയിരിക്കുകയാണ്. VA minus omega square TA equal to 0. We can substitute omega square as lambda. Omega square എന്ന് പറയുന്നത് നമുക്ക് lambda എന്ന് substitute ചെയ്യാം. Then we can write equation 11 as VA minus lambda TA equal to 0.